2025 ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന രാശിക്കാർ തന്നെയാണ് കുംഭം രാശിക്കാർ. കാരണം ഈ വരുന്ന ശനിമാറ്റവും വ്യാഴമാറ്റവും കൂടാതെ മാളവ്യയോഗവും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു വളരെ മനോഹരമായ ഒരു കാലഘട്ടം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതായത് വ്യാഴവും ശനിയുടെ മാറ്റം മൂലം ഉണ്ടാകുന്ന ഇരട്ട രാജയോഗവും മാളവ്യയോഗവും കൂടെ ചേരുമ്പോൾ 3 രാജയോഗ തുല്യമായ ജീവിതം തന്നെയായിരിക്കും 2025 കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഈ വരുന്ന ഷഷ് രാജയോഗവും മാളവ്യയോഗവും കൂട്ടി ചിന്തിക്കുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും. ലഗ്നത്തിൽ ഷഷ് രാജയോഗവും 2ാം ഭാവത്തിൽ മാളവ്യ രാജയോഗവും ഉണ്ടാകുന്നത് കുംഭൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സമാനതകളില്ലാത്ത വിജയത്തിന്റെ ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദീർഘകാലമായി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ജോലികളുടെ പൂർത്തീകരണം, ഭൗതിക സുഖങ്ങൾ വർധനവ്, കുടുംബ ബന്ധങ്ങൾ, ഐക്യം എന്നിവയൊക്കെ സാധ്യമാകുന്ന ഒരു വളരെ നല്ല കാലഘട്ടം തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അതുകൂടാതെ മെയ് 14 വരുന്ന വ്യാഴമാറ്റവും വളരെ അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ഇവരുടെ വ്യാഴം 2ാമത്തെയും 11ാമത്തെയും ഭാവങ്ങളെയാണ് വീക്ഷിക്കുന്നത്. അതായത് ധനസ്ഥാനത്തെയും സർവാഭിഷ്ട സ്ഥാനത്തെയും. 2025 വ്യാഴത്തിന്റെ സംക്രമം ഇവരുടെ രാശിയുടെ 5ാം ഭാവത്തിൽ സംഭവിക്കുന്നതിനാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായും നല്ല അനുകൂല ഫലങ്ങൾ തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇത് സാമ്പത്തികമായുള്ള അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക നേട്ടത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുകയും നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ പദ്ധതികളും വിജയിക്കുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സഫലമാക്കാൻ സാധിക്കുന്ന അത്യപൂർവമായൊരു സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചും കണ്ടും തീരുമാനങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രാജയോഗ തുല്യമായ ഒരു ജീവിതം അവസാനം വരെ കെട്ടിപ്പടുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത് സാധിക്കും. നിങ്ങളുടെ സ്ഥാനത്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം സാധ്യമാകുന്നൊരു സമയമാണ്. പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ 9ാം ഭാവത്തിലും 11ാം ഭാവത്തിലും വീക്ഷിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഒരുപാട് സംസാര ചാതുര്യം തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺവിൻസിങ് കപ്പാസിറ്റി വന്ന് നിങ്ങൾക്ക് ആ ഉൽപ്പന്നം കൂടുതലായി വിറ്റഴിക്കാനും അതുവഴി നിങ്ങൾക്ക് പ്രൊമോഷനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ഇവിടെ ശനിയുടെ കാര്യം ചിന്തിക്കുമ്പോഴും ശനി 2ാം ഭാവത്തിലേക്കാണ് വരുന്നതെങ്കിലും 4, 8, 11 ഭാവങ്ങളിൽ ശനി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ കാലഘട്ടം സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യത്തെയാണ് ഊന്നി പറയുന്നത്. കൂടാതെ പണം കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു സാമർഥ്യബോധത്തെയെല്ലാം ഇത് ഊന്നിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കൂട്ടി ചിന്തിക്കുമ്പോൾ ജീവിതം വളരെയധികം സുഖകരമായിരിക്കും എന്ന് തന്നെ പറയാം.